നാളെ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു നിന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. 2 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, 5 പേർക്ക് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് ടൈപ്പ് ചെയ്തിടുക. 4 പേർക്ക് 50,000 രൂപ വീതം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നേരും നിറയും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഈ വണ്ടി എടുത്തിരിക്കുന്ന കസ്റ്റമർ 3 മാസം മുൻപ് 5,80,000 രൂപ കൊടുത്തെടുത്ത വണ്ടിയായി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു അടിപൊളി വണ്ടി വന്നിട്ടുണ്ട്. 800 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ആൾട്ടോ കേട്ടൺ VXI പ്ലസ് ആണ് വണ്ടി. 3 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് 2025 മോഡലും 2026 ജനുവരിയിൽ രജിസ്ട്രേഷൻ ചെയ്തതാണ്. അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ളവർ പടപടയെന്ന് വിളിച്ചോളുക. കാരണം ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ എടുത്തിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ആ പുള്ളിക്കാരനെ എടുത്തു കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് കാലിന് ചെറിയൊരു പ്രശ്നം, മരപ്പ് വന്നുകൊണ്ട് പുള്ളിക്ക് അത് മാറിയിട്ട് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാനായിട്ടാണ്. എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വളരെ വില താത്തിയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ആവശ്യക്കാരൻ ചെല്ലുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു വിലയിൽ ആ വണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നേരും നിറയും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അല്ല, ഈ വീഡിയോ ഇട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എടുത്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചെയ്യുന്നതിൽ എപ്പോഴും ഒരു നേരും നിറയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ആൾക്കും മേടിക്കുന്ന ആൾക്കും നഷ്ടം വരരുത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നല്ലൊരു അടിപൊളി ഒരു വണ്ടിയാണ്. കാരണം ഉപയോഗിക്കാനാണെങ്കിൽ പുത്തമണ്ടി മേടിക്കുന്ന പോലെ തന്നെ. കാരണം 800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് 3 മാസം ആയതുകൊണ്ട് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഒരു പൊട്ടും പൊടിയില്ലാതെ, ഒരു പോറൽ പോലും ഇല്ലാതെ ഫോട്ടോസ് ആയി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഒരു കച്ചവടക്കാരൻ വന്നെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വില കുറച്ചെടുക്കുകയും ചെയ്യും, മേടിക്കുന്ന ആൾക്ക് ഭയങ്കര വിലയ്ക്ക് തരികയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മളെപ്പോഴും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ കാര്യങ്ങളിൽ ഇടനിലക്കാരുമില്ല. നമ്മളെ വിളിക്കുന്ന ആൾക്കാർ, കൊടുക്കാനുള്ള ആൾക്കാർ വിളിക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് അത് തിരിച്ചെത്തിക്കും. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കാനോ കോടികൾ ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. ആ മനുഷ്യന് വേണ്ടിയിട്ട് കുറെ കച്ചവടക്കാരെ സമീപിച്ചെങ്കിലും വലിയ വില കുറച്ചിട്ടാണ് അതിന് കച്ചവടക്കാർ പറയുന്നത്. എന്നിട്ട് ഇതേ സാധനം തന്നെ നമ്മൾ OLX-ൽ എവിടെയെങ്കിലും കയറി തപ്പിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയ്ക്ക് അവർ കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണക്കാരനെ, ഒരു പാവപ്പെട്ടവനെ പറ്റിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ, കാരണം ചെറിയ വണ്ടികൾ ആവശ്യമുള്ള ഒരുപാട് പേര് 500 കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഭയങ്കര റെസ്പോൺസാണ് കിട്ടിയത്. ആ ഒരു വീഡിയോയ്ക്ക് ഒരൊറ്റ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് പേര് വിളിച്ചു, വണ്ടി എൻക്വയറി നടത്തി. അതുപോലെ തന്നെ എൻക്വയറി നടത്തി വെച്ചാൽ കൊടുക്കാനുള്ളവരും വാങ്ങാനുള്ളവരും പല വണ്ടികളാവട്ടെ നമ്മൾ വിളിച്ചേക്കുന്നത്. കാരണം നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വണ്ടികളാണ് നമ്മൾ ഇങ്ങനെ വീഡിയോകൾ ഇടുകയുള്ളൂ. നല്ല വണ്ടികൾ മാത്രം നമ്മൾ വീഡിയോ, ഇനി ആരെങ്കിലും ആവശ്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ അവരെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കല്ലാതെ നമ്മൾ ഇതിന് നല്ല വണ്ടികൾ മാത്രം നമ്മളെടുത്ത് വീഡിയോകൾ നമ്മുടെ പേജിൽ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടുള്ളൂ. നമുക്ക് നാളെ ഒരു എന്താ പറയുക, പേരുദോഷം ഉണ്ടായത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫുൾ ടൈം നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ എടുത്തിട്ട് മറ്റുള്ളവർ നമ്മുടെ നെഗറ്റീവ് ഭാഗം കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടർത്തി വിടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. നമുക്ക് നല്ലത് പറയാൻ ആരും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾക്കൊരു ചീത്തപ്പേരുണ്ടാവാതെ ഇരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നല്ലത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ആ ഒരു കാര്യത്തിൽ കോൺടാക്ട് ചെയ്യാം. കാരണം ഒരു തവണ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് 100% വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ചെറിയൊരു 100 നല്ല കാര്യം ചെയ്തിട്ട് ഒരു മോശം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സകല വിലയും പോകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പേര് ചെറിയ വിലക്കുള്ള വണ്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചെറിയ മോഡൽ കുറഞ്ഞത് 2010, 15 അങ്ങനെയുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ആവശ്യക്കാരുമായിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്ത് കൊടുക്കും. അല്ലാതെ അതിന് നമ്മൾ ഇടനില നിന്നിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളെ വിളിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നടക്കും. കാരണം അങ്ങനെയുള്ളവരുടെയും ചെറിയ ആൾക്കാരുടെയും കാര്യങ്ങൾ നമുക്ക് അവർക്കും പ്രാധാന്യം നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ്. കാരണം എല്ലാവരും ചോദിക്കും, ഈ വലിയ വണ്ടികളും വലിയ വിലയുടെയും പുത്തൻ വണ്ടികളും മാത്രമേ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കച്ചവടം ചെയ്യുന്നുള്ളതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ പേജിൽ വരുന്ന വീഡിയോസ് ഏറ്റവും അടിപൊളി സൂപ്പർ വണ്ടികൾ. കാരണം എടുക്കുന്ന ആൾക്ക് ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, കൊടുക്കുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള വണ്ടികളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അത് നേരിട്ടുള്ള ഡയറക്റ്റ് ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ആരുമില്ല കേട്ടോ, ഇടനിലക്കാരായിട്ട് ആരുമില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടട്ടെ. പിന്നെ നമ്മൾ ഈ മെനക്കെടുന്നതിനുള്ള എന്തായാലും ചെറിയൊരു പൈസ എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും അത് നിങ്ങൾ തരുന്നതാണ്. നിങ്ങൾ തരുന്നത് നമ്മൾ സന്തോഷത്തോടെ മേടിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അതിനിടയ്ക്ക് ആരെയും കഴുത്തിറക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വണ്ടി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചു കേട്ടോ. ഒറ്റ കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ.
ഇത് കസ്റ്റമർ, ഈ വണ്ടി എടുത്തിരിക്കുന്ന കസ്റ്റമർ 3 മാസം മുൻപ് 5,80,000 രൂപ കൊടുത്തെടുത്ത വണ്ടിയാണ്. 800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് കൊടുക്കാൻ നേരത്ത് ഓരോ ആൾക്കാർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് കച്ചവടക്കാർ പറയുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം ഈ കച്ചവടക്കാരൻ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്, ഇത് മേടിക്കാൻ വരുന്ന ആൾക്ക് ഏതാണ്ട് ഇതിന് അടുത്തടുത്ത് വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്ന ആൾക്കും മേടിക്കുന്ന ആൾക്കും നഷ്ടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു നിന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. കാരണം ഇതൊന്നും ചെയ്യുന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതിനിടയിൽ നിന്ന് ഇടനിലക്കാരായിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിന്ന് പോയേക്കാം, ചിലപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടി വന്നേക്കാം. എന്നാലും 1 or 2 ചെയ്തുള്ളെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണോ ഒരെണ്ണമാണെങ്കിലും ചെയ്യുമെങ്കിൽ അത് നേരും നെറിയോടും കൂടി മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്കും ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിലും വിശ്വസിക്കാതെ പറയുള്ളൂ. കാരണം നമുക്ക് നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കണ്ടു വിശ്വസിക്കുക, കേട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 100 നല്ല കാര്യം ചെയ്തിട്ട് ഒരെണ്ണം ഒരു തെറ്റ് വന്നാൽ മതി അവിടെ നമ്മുടെ സകല പേരും പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾക്കിട്ട് പാര വെക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തി പോകാമെന്നേ ഉള്ളൂ നിർവാഹം. അപ്പോൾ എന്തായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഡീലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പേജിലൂടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിലും കുറച്ച്, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ്, അവരുടെ മുന്നിൽ നമ്മൾ വൃത്തിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. നിങ്ങളൊക്കെയാണ് നമ്മളെ ഇവിടം വരെ വളർത്തിക്കൊണ്ട് വന്നതും നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് നമ്മൾ ഇവിടം വരെ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.